ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു വെക്ടർ അക്കാഡമി വേർ ലേണിംഗ് ഗെറ്റ്സ് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ 10ാം ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിസ്ട്രിയിൽ പഠിക്കുന്ന നെയിമിംഗ് ഓഫ് എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് വേഗം ഒന്ന് റിവൈസ് ചെയ്ത് പോവാണ്. ഇവിടെ നോക്കിക്കേ, നമ്മൾ പ്രധാനമായിട്ടും ഇത്രയും ഫംഗ്ഷണൽ ഗ്രൂപ്പുകളാണ് എന്ത് ചെയ്തത് അവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് OH ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്ന അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫംഗ്ഷണൽ വരുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ എന്ത് വിളിക്കും? ആൽക്കഹോളുകൾ എന്നാണ് വിളിക്കുക. ഓൾ എന്ന പ്രത്യയം ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിന് പേര് കൊടുക്കുക, അല്ലേ? ഓൾ എന്ന് പറയുന്ന പ്രത്യയം ചേർത്തിട്ടാണ് അതിന് പേര് കൊടുക്കുക. ഇനി അതേപോലെ കാർബോക്സിൽ ഗ്രൂപ്പ് അഥവാ COOH ഫംഗ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നവയെ നമ്മൾ എന്ത് വിളിക്കും? കാർബോക്സിലിക് ആസിഡ് എന്നാണ് വിളിക്കുക. അവിടെ നമ്മൾ എന്താണ് ഓയിക് ആസിഡ് എന്നാണ് എന്ത് ചെയ്യുക? അവരുടെ നെയിം ചെയ്യുമ്പോൾ ചേർക്കുക. ഓയിക് ആസിഡ് ചേർത്താണ് നമ്മൾ അവർക്ക് നെയിം ചെയ്യുക. ഇനി CHO ആണ് ഫംഗ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നെങ്കിൽ അതെന്താണ്? ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് അവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. അത്തരം കോമ്പൗണ്ടുകളെ നമ്മൾ എന്ത് വിളിക്കും? ആൽഡിഹൈഡുകൾ എന്ന് വിളിക്കും. നമ്മൾ ഏത് ചേർക്കും? ആൽ എന്ന് പറയുന്ന എന്താണ് പ്രത്യയം ചേർത്തിട്ടാണ് നമ്മൾ അതിനെ നെയിം ചെയ്യുന്നത്. അതേപോലെ തന്നെ കീറ്റോ ഗ്രൂപ്പുകളാണെങ്കിൽ നമ്മൾ അതിനെ കീറ്റോൺ എന്ന് വിളിക്കും. ഓൺ എന്നാണ് നമ്മൾ ചേർക്കുക. നെയിം ചെയ്യുന്ന സമയത്ത് ഓൺ എന്ന് ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ നെയിം ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഹാലോ ഗ്രൂപ്പ്, അതായത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ തുടങ്ങിയവയെ നമ്മൾ എന്ത് വിളിക്കും? ഹാലോ ഗ്രൂപ്പുകൾ എന്നാണ്. അപ്പോൾ ഈ ഹാലോ ഗ്രൂപ്പുകൾ വരുന്ന സമയത്ത് അവയെ ഹാലോ കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കും. ഇപ്പോൾ ഫ്ലൂറിൻ ആണ് വരുന്നതെങ്കിൽ ഫ്ലൂറോ എന്നാണ് നമ്മൾ ചേർക്കുക. ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ, അയഡിൻ ആണെങ്കിൽ അയഡോ എന്ന് ചേർത്താണ് നെയിം ചെയ്യുക. ഇനി ലാസ്റ്റത്താണ് ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് പറയും, അതായത് OR ഫംഗ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോ കാർബണെയാണ് സൂചിപ്പിക്കുന്നത്. അവയെ നമ്മൾ പൊതുവെ ഈഥറുകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഒരു എക്സാമ്പിൾ കൂടെ ഒന്ന് നോക്കിപ്പോ. ഇവിടെ നോക്കിക്കുക, ഇവിടെ CH3OH, CH3CH2OH തന്നിരിക്കുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ ആണുള്ളത്, അല്ലെങ്കിൽ മീത് അല്ലെങ്കിൽ മെദ്ദാണ്. അതായത് ഒരു സിംഗിൾ കാർബണും അതിൻ്റെ കൂടെ OH വരുമ്പോൾ ഏത് ചേർക്കണം? ഓൾ ചേർക്കണം. അപ്പം നമ്മൾ എന്ത് വരും? മെദ് അല്ലെങ്കിൽ മീഥേൻ പ്ലസ് ഓൾ എന്ന് വരുമ്പോൾ എന്ത് വരും? മെഥനോൾ എന്ന് വരും. ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ ഈഥേൻ ആണ്, അപ്പോൾ എന്ത് വരും? ഈഥനോൾ അല്ലെങ്കിൽ എഥനോൾ എന്ന് വരും. ഇവിടെ എന്താണ്? CH3 CH2 ഇവിടെ എന്ത് വരുന്നുണ്ട്? OH കൂടെ വരുന്നുണ്ട്. അവിടെ ഇപ്പോൾ എത്ര കാർബണായി? ഇവിടെ OH കൂടി വരുന്നുണ്ട്. അപ്പോൾ എത്ര കാർബണായി? 1 2 3 കാർബൺ. അപ്പം 3 കാർബണും ഒരു OH ഗ്രൂപ്പും. അപ്പോൾ എന്ത് വരും? രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. ഒന്നെങ്കിൽ പ്രൊപ്പനോൾ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഒന്നാമത്തെ കാർബണിൻ്റെ കൂടെയാണല്ലോ OH ഗ്രൂപ്പ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് പ്രൊപ്പൻ 1 എന്ന് എഴുതാം. രണ്ട് എഴുതിയാലും ശരിയാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെയും 1 2 3 കാർബൺ ഉണ്ട്. അത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് നമ്പർ കൊടുത്താലും റൈറ്റിൽ നിന്ന് നമ്പർ കൊടുത്താലും ഏറ്റവും ചെറുത് കിട്ടുന്ന ഏതാണ്? രണ്ടാമത്തേതാണ്. അപ്പോൾ നമുക്കിതിനെ എന്ത് പറയാം? പ്രൊപ്പൻ എന്തെന്ന് കൊടുക്കാം? പ്രൊപ്പൻ 2 ഓൾ എന്ന് കൊടുക്കാം. പ്രൊപ്പൻ 2 ഓൾ ആണ് എന്ത് ചെയ്യുക? ഇതിൻ്റെ നെയിം വരിക. അതുപോലെ എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ ഓരോ കാർബോക്സിലിക് ആസിഡും കൊടുത്തിരിക്കുന്നു, അതിൻ്റെ നെയിമിംഗ് കൊടുത്തിരിക്കുന്നു. നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം? ഓരോന്നായിട്ട്, അതായത് കാർബോക്സിലിക് ആസിഡ്, ആൽഡിഹൈഡ്, കീറ്റോൺസ്, ഹാലോ ഗ്രൂപ്പ്, ഈഥർ, ഇവയുടെ നെയിമിംഗ് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ കാണാം.